ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്റ്റാർ ലൈവ് ടെക്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കിയയിൽ നിന്ന് ഇനി വരാൻ പോകുന്ന ഒരു കിടിലൻ സ്മാർട്ട് ഫോണാണ് നോക്കിയ 9.3 Pureview. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ റിവ്യൂ ആണെന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ടൈമൊന്നും വേസ്റ്റ് ചെയ്യാതെ വീഡിയോയിലോട്ട് പോകാം. അതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പുറത്ത് വരുന്ന ഒരു ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഒരു കാര്യം പറയട്ടെ. നമ്മൾ ഈ ഒരു ഡിവൈസിൻ്റെ റിവ്യൂ തയ്യാറാക്കുന്നത് റൂമേഴ്സിൻ്റെ അടിസ്ഥാനത്തിലാണ്, കംപ്ലീറ്റ്ലി റൂമേഴ്സിൻ്റെ അടിസ്ഥാനത്തിലാണ്. സോ സ്മാർട്ട് ഫോൺ വരുന്ന സമയത്ത് ഒരുപാട് ചേഞ്ചസ് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നോക്കിയ 9.3 Pureview എന്ന ഡിവൈസിൻ്റെ ഒഫീഷ്യൽ ഇമേജസ് നമുക്ക് വളരെ കുറച്ച് മാത്രമാണ് ലഭിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നോക്കിയ 9 Pureview എന്ന ഡിവൈസിൻ്റെ ഇമേജസ് ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾ ആദ്യം തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ കുറിച്ച് നോക്കുമ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് 6.7 ഇഞ്ചിൻ്റെ POLED ഡിസ്പ്ലേ ആണ് വരാൻ പോകുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഡിവൈസിൽ നമുക്കൊരു ഫുൾ സ്ക്രീൻ ഡിസ്പ്ലേ ആണ് വരാൻ പോകുന്നത്. സെൽഫി ക്യാമറാസൊക്കെ ഡിസ്പ്ലേയുടെ അകത്താണ് വരുന്നത് എന്നാണ് പറയുന്നത്. പക്ഷേ ചിലപ്പോൾ പോപ്പപ്പ് സെൽഫി ക്യാമറാസും വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ബിൽഡ് ക്വാളിറ്റിയെക്കുറിച്ച് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ട് സൈഡിലും ബാക്ക് സൈഡിലും ഗ്ലാസ് ബോഡിയാണ് വരുന്നത്. അതുപോലെ തന്നെ അലുമിനിയം ഫ്രെയിമുമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് കൊടുത്തിട്ടുള്ളത്. IP68 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻ്റ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ. ഫ്രണ്ട് സൈഡിൽ നമുക്ക് ഗോറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷനും ലഭിക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പെർഫോമൻസിലേക്ക് വരുമ്പോൾ നിലവിൽ ക്വാൾകോമിൻ്റെ ഏറ്റവും ബെസ്റ്റ് ചിപ്സെറ്റ് ആയിട്ടുള്ള ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 865 എന്ന് പറയുന്ന ചിപ്സെറ്റ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് 5G സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ആൻഡ്രോയിഡ് 10 ബേസിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ റൺ ചെയ്യുന്നത്. അതുപോലെ തന്നെ ആൻഡ്രോയിഡ് 1 ആണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്നത്. Adreno 650 ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ GPU. ഈ ഒരു ഡിവൈസ് നമുക്ക് രണ്ട് വേരിയൻസിൽ അവൈലബിൾ ആയിരിക്കും. ബേസ് വേരിയൻറ്റ് വരുന്നത് 6GB റാമും 128GB ഇൻ്റേണൽ സ്റ്റോറേജുമായിരിക്കും. അതുപോലെ തന്നെ ടോപ്പ് വേരിയൻറ്റ് 8GB റാമും 256GB ഇൻ്റേണൽ സ്റ്റോറേജുമായിരിക്കും. UFS 3.0 ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. ഇനി നമ്മൾ ക്യാമറയെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിയർ സൈഡിൽ ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് കൊടുത്തിട്ടുള്ളത്. ഒരു സർക്കുലർ മോഡ്യൂളിലാണ് ക്യാമറ ഡിസൈൻ കൊടുത്തിട്ടുള്ളത്. പ്രൈമറി സെൻസർ വരുന്നത് 108 മെഗാപിക്സലാണ്. f1.8 ആണ് അപ്പർച്ചർ വരുന്നത്. രണ്ടാമതായി 8 മെഗാപിക്സലിൻ്റെ ടെലിഫോട്ടോ ലെൻസും പിന്നെ 13 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ് ലെൻസും പിന്നെ ഒരു 3D ഡെപ്ത് സെൻസറും കൊടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് നമുക്ക് റിയർ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് തന്നെ 8K വീഡിയോ റെക്കോർഡിംഗ് ചെയ്യാൻ സാധിക്കും 30 ഫ്രെയിം പെർ സെക്കൻഡിൽ. അതുപോലെ തന്നെ 4K വീഡിയോസ് നമുക്ക് 60 ഫ്രെയിം പെർ സെക്കൻഡിലും ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഫ്രണ്ട് ക്യാമറയെ കുറിച്ച് നോക്കുമ്പോൾ 20 മെഗാപിക്സലാണ് മെയിൻ സെൻസർ. f2.0 അപ്പർച്ചർ വരുന്നു. അതുപോലെ തന്നെ 3D ഡെപ്ത് സെൻസറും കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് 4K റെക്കോർഡ് ചെയ്യാൻ സാധിക്കും, അതും 30 ഫ്രെയിം പെർ സെക്കൻഡിൽ. ഇനി നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബാറ്ററിയെ കുറിച്ച് നോക്കുമ്പോൾ 5000 mAh ബാറ്ററി ആയിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരാൻ പോകുന്നത്. ഒപ്പം നമുക്ക് ഫാസ്റ്റ് ചാർജിങ്ങും അതോടൊപ്പം ഫാസ്റ്റ് വയർലെസ് ചാർജിങ്ങും ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നതായിരിക്കും. USB Type-C പോർട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. പക്ഷേ 3.5mm ഓഡിയോ ജാക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നില്ല. പിന്നെ നമുക്ക് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസറും ഈ ഒരു ഡിവൈസിൽ അവൈലബിൾ ആയിരിക്കും. ബ്ലൂ, ബ്ലാക്ക് എന്നീ 2 കളേഴ്സിലായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരാൻ പോകുന്നത്. സോ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് നോക്കിയ 9.3 Pureview എന്ന സ്മാർട്ട് ഫോണിനെ കുറിച്ച് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ച റൂമേഴ്സ് ആൻഡ് ലീക്സ്. ഈ ഒരു ഡിവൈസിൻ്റെ ലോഞ്ചിങ് ഡേറ്റും പ്രൈസും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജൂലൈ മാസത്തിലായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരാൻ പോകുന്നത്. അതുപോലെ തന്നെ പ്രൈസിനെ കുറിച്ച് കറക്റ്റായിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. ഏകദേശം ഒരു 70,000 രൂപയ്ക്ക് താഴെയായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസ് വരിക. സോ ഗൈസ്, ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഒരു കാര്യം ഒന്നുകൂടിയും പറയട്ടെ, നമ്മൾ ഈ വീഡിയോ തയ്യാറാക്കുന്നത് കംപ്ലീറ്റ്ലി റൂമേഴ്സിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഒരിക്കലും നിങ്ങളിത് ഫേക്ക് ആണെന്ന് കമൻറ്റ് ചെയ്യരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് നാളെ 5 മണിക്ക് മറ്റൊരു പുതിയ വീഡിയോ വീണ്ടും കാണാം. ടിൽ ദെൻ സ്റ്റേ സേഫ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.